തേവര കോളേജിലെ പൊളിറ്റിക്കൽ സയൻസ് ഡിപ്പാർട്ട്മെന്റിന്റെ തലവനായിരുന്ന ഒരു പ്രൊഫസറാണല്ലോ. ഇപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ ഒരു പ്രഖ്യാപനം, ക്യാബിനറ്റ് അംഗീകരിച്ച ഒരു പ്രഖ്യാപനം വന്നല്ലോ, ഒരു രാഷ്ട്രം ഒരു തെരഞ്ഞെടുപ്പ്. ഒരു പൊളിറ്റിക്കൽ സയൻസ് അധ്യാപകൻ എന്ന രീതിയിൽ ഇതിനെ എങ്ങനെയാണ് സാറ് കാണുന്നത്? എനിക്ക് കുറച്ച് അറിയാനുള്ള കൗതുകം കൊണ്ട് ചോദിക്കുന്നതാണ്. ഇത് ഇപ്പോൾ നമ്മുടെ ലേറ്റസ്റ്റ് ഇഷ്യൂ ആണ് ഈ ഒരു രാഷ്ട്രം ഒരു തെരഞ്ഞെടുപ്പ്. ഇതിൻ്റെ ആവശ്യകതയോ പ്രസക്തിയോ എന്നാണെന്ന് വ്യക്തിപരമായിട്ട് എനിക്ക് മനസ്സിലായിട്ടില്ല. തീർച്ചയായിട്ടും ഇവിടുത്തെ ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം ഇതുവരെ നമ്മുടെ നാട്ടിൽ നടന്ന തെരഞ്ഞെടുപ്പുകൾക്ക് എന്താണ് പ്രശ്നം ഉണ്ടായത്? ഒരേ സമയത്ത് തെരഞ്ഞെടുപ്പ് നടക്കാത്തതുകൊണ്ട് പ്രായോഗികമായിട്ട് നടക്കുകയില്ല. എന്താണ് ഇന്ത്യയിൽ അതുകൊണ്ട് പ്രശ്നം ഉണ്ടായത് എന്ന് അവർ വിവരിച്ചിട്ട് വേണമായിരുന്നല്ലോ ഇതിലുള്ള ഡിമെറിറ്റ്സ് അല്ലെങ്കിൽ ഇതിലുള്ള പ്രശ്നങ്ങൾ കാരണം നമ്മൾ ഒന്നിലേക്ക് പോകണം. അങ്ങനത്തെ അത് സാറ് പറയുമ്പോഴും ഒരു വലിയ ആർഗ്യുമെന്റ് വരുന്നത് എന്താന്ന് വെച്ചാല്, ഈ പലപ്പോഴും നമ്മുടെ നാട്ടിൽ തുടർച്ചയായിട്ടുള്ള ഇലക്ഷൻ വരും. ഒന്നുകിൽ കേന്ദ്രത്തിലെ ഇലക്ഷൻ, അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെന്റിലെ ഇലക്ഷൻ, അത് കഴിഞ്ഞ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഇലക്ഷൻ. അങ്ങനെ വരുന്നുണ്ട്. ഒരു നാട്ടിൽ ഒരു 5 വർഷത്തിൽ 4 വർഷവും പൊളിറ്റിക്കൽ ക്യാമ്പയിന് പോകുന്നു. അപ്പൊ പൊളിറ്റിക്കൽ ക്യാമ്പയിന് പോകുന്നത് കൊണ്ട് സദ്ഭരണം നടക്കുന്നില്ല. ഈ ഗുഡ് ഗവേണൻസ് എന്ന് പറയുന്ന ഒരു നല്ല വാക്കാണ്. ആധുനിക ഭരണ ലോകത്ത് ഉപയോഗിക്കുന്ന ഒരു ഫാഷനബിൾ വേർഡാണ് ഗുഡ് ഗവേണൻസ്. ഒക്കെ അതവിടെ ഇരിക്കട്ടെ. അപ്പൊ ഇതിൽ ഞാൻ 2-3 കാര്യങ്ങൾ പ്രത്യേകിച്ച് പറയാം. പ്രത്യേകിച്ച് സാറിന് ചോദിച്ച സാറിൻ്റെ സംശയങ്ങൾക്ക് അല്ലെങ്കിൽ ചോദ്യങ്ങൾക്ക് മറുപടിയായിട്ട്. അതായത് ആദ്യം പറഞ്ഞത് ഇവിടെ ഇങ്ങനെ ഫ്രീക്വൻ്റ് ആയിട്ട് തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഇടയ്ക്കിടയ്ക്ക് അതൊരു ചെലവും ശല്യവും ഭരണ തീരുമാനങ്ങൾക്ക് നയപരിപാടികൾക്ക് തുടർച്ച കിട്ടിയത. ഇതിനെന്തെങ്കിലും ഗ്യാരണ്ടി ഉണ്ടോ? നിങ്ങളിപ്പോൾ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞ ഒരു ഫോർ എക്സാമ്പിൾ 29-ല് അടുത്ത ലോക്സഭ തെരഞ്ഞെടുപ്പ് നടക്കും. അതിനോടനുബന്ധിച്ച് സംസ്ഥാനങ്ങളിലെല്ലാം തെരഞ്ഞെടുപ്പ് നടത്തിയെന്ന് വെച്ചോളൂ. 2 കൊല്ലം കഴിയുമ്പോൾ ഈ സംസ്ഥാന ഗവൺമെന്റ് താഴെ പോവാം. അതുകൊണ്ട് ഒരു ഗ്യാരണ്ടി ഇല്ല ഈ തെരഞ്ഞെടുപ്പുകൾ വീണ്ടും ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് തെരഞ്ഞെടുപ്പ് കേന്ദ്ര സർക്കാരും പോവാം. 2, ഇനി അത് തടയണമെങ്കിൽ ഒരു സംസ്ഥാന ഗവൺമെന്റ് താഴെ പോയെന്നാലും അടുത്ത തെരഞ്ഞെടുപ്പേ ഉള്ളൂ തെരഞ്ഞെടുപ്പ് ഉണ്ടാവുള്ളൂ. നമ്മുടെ യൂണിഫോം തെരഞ്ഞെടുപ്പിന്റെ കാലത്ത് തെരഞ്ഞെടുപ്പ് ഉണ്ടാവുള്ളൂ എന്ന് നിയമം ഉണ്ടാക്കണം. അവിടെ നിങ്ങൾ ആ ശേഷിക്കുന്ന കാലഘട്ടത്തിലേക്ക് കൂടുതൽ അപകടമല്ലേ ഉണ്ടാകുന്നത്? അതെ, കാരണം ഒരു പ്രസിഡൻഷ്യൽ റൂളല്ലേ വരിക അവിടെ. അതെ, അല്ലെങ്കിൽ നിങ്ങൾ ഗ്യാരണ്ടി ചെയ്യണമെങ്കിൽ ഭരണഘടനാപരമായിട്ട് തന്നെ ചില കണ്ടീഷൻസ് വെച്ചാലേ ഗ്യാരണ്ടി ചെയ്യാൻ പറ്റുള്ളൂ. അതിനാണ് അടുത്ത വലിയൊരു മാറ്റം വരുത്തേണ്ടത്. 5 കൊല്ലത്തേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ഗവൺമെന്റ് ആണെങ്കിൽ ആ ഗവൺമെന്റ് നിലനിൽക്കണം. പക്ഷെ ആ ഗവൺമെന്റ് നിലനിൽക്കാൻ സാധ്യമല്ലാത്തൊരവസ്ഥ ഉണ്ടാകണമെങ്കിൽ ജനാധിപത്യത്തിൽ നമ്മുടെ MLA-മാർക്കും നമ്മുടെ MP-മാർക്കും അവരുടെ അഭിപ്രായം മാറാം. നമുക്ക് അല്ലെങ്കിൽ പ്രായോഗികമായി നോക്കുകയാണെങ്കിൽ നമ്മുടെ ഇവിടെ പാർട്ടികൾ പുലർത്തുന്നു, അല്ലെ പുലർത്തപ്പെടുന്നു, വേറെ ഗവൺമെന്റ് ഉണ്ടാകും, ഉണ്ടാകാതിരിക്കാം. അപ്പൊ എങ്ങനെ നിങ്ങളിത് ഗ്യാരണ്ടി ചെയ്യും? ഫുൾ ടൈം ഗ്യാരണ്ടി ചെയ്യണമെങ്കിൽ അതിനുള്ള ലീഗൽ കണ്ടീഷൻസ് കൊണ്ടുവരണം. ലീഗൽ കണ്ടീഷൻസ് കൊണ്ടുവരുമ്പോൾ അടുത്ത 2 കൊല്ലത്തേക്കോ 3 വർഷത്തേക്കോ നിങ്ങൾക്ക് ജനങ്ങൾ തിരഞ്ഞെടുത്ത ഒരു ഗവൺമെന്റ് ഉണ്ടാകില്ല. 1. 2ാമത് ആ സമയത്തൊപ്പം കേന്ദ്രം നേരിട്ട് ഭരിക്കും. അപ്പൊ ഈ അതെങ്ങനെ ഗ്യാരണ്ടി ചെയ്യും 5 കൊല്ലത്തേക്ക്? അതാണ് പ്രശ്നം. പക്ഷെ ഇത് ഇങ്ങനെ ഗ്യാരണ്ടി ചെയ്യുന്നുണ്ട്. നിങ്ങൾ അത് ഉറപ്പുവരുത്തണമെങ്കിൽ വേറെ ഗ്യാരണ്ടി ഭരണഘടനയിൽ തന്നെ കൊടുക്കണം. അവിടെയാണ് ഒരു കേന്ദ്രീകൃത ഭരണ സംവിധാനത്തിലുള്ള എല്ലാ ചാൻസസ് ഉള്ളത്. സാറ് പറഞ്ഞോളൂ തന്നെ അങ്ങനെ ഒരു അവസ്ഥാന്തരത്തിന് വേണ്ടിയിട്ടുള്ള ഒരു കുടില തന്ത്രമാകാം ഈ പ്രപ്പോസൽ എന്ന് എനിക്ക് തോന്നുന്നു. ഫെഡറലിസത്തിന്റെ സ്പിരിറ്റും പോകും. അതെ, അത് ജനാധിപത്യ വിരുദ്ധമാണ്. പിന്നെ അതിലും ഇതാണ് നമ്മുടെ ഭരണഘടന സംവിധാനം ചെയ്തിരിക്കുന്നത്. നമ്മുടെ രാജ്യത്തിന്റെ പ്രത്യേക സ്വഭാവം, ബഹുസ്വരത, വൈവിധ്യാത്മകത. അപ്പൊ ഇതിനെ പരിഗണിച്ചാണല്ലോ നമ്മുടെ ഭരണഘടനാ പിതാക്കന്മാര് ഒരു ഫെഡറൽ സംവിധാനം ഇവിടെ ചേർത്തത്. ഈ ഫെഡറൽ സംവിധാനം എന്ന് പറഞ്ഞാൽ അതിനർത്ഥം തന്നെ സംസ്ഥാനങ്ങളുടെ എക്സിസ്റ്റൻസ് അംഗീകരിച്ചു. പ്രാദേശികത്വം നമ്മൾ അംഗീകരിച്ചിരിക്കുക.
യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ്. അതെ, അതൊരു അഡ്മിനിസ്ട്രേറ്റീവ് കൺവീനിയൻസ് അല്ല, അത് തന്നെ ഒരു ഗവൺമെന്റൽ യൂണിറ്റാണ്. നമ്മുടെ സംസ്ഥാനത്തെ ജനങ്ങൾക്ക് അവരുടെ ഗവൺമെന്റിനെ തിരഞ്ഞെടുക്കാം അവരുടെ താല്പര്യങ്ങൾ അനുസരിച്ച്. അപ്പൊ അതിൽ അവരുടെ ഭാഷ, അവരുടെ സംസ്കാരം, അതെല്ലാം അതിൽ വരും. അത് ജനാധിപത്യത്തിനെ ധ്വംസിക്കുന്നതാണ് ഇങ്ങനെ കൃത്യമായിട്ട് നിങ്ങളുടെ സംസ്ഥാനങ്ങൾ ഇങ്ങനെ ചെയ്യാവുള്ളൂ എന്ന് പറയുന്നത്. രണ്ടാമത്, അങ്ങനെ ചെയ്യാവുള്ളൂ എന്ന് പറയുന്നത് ഭരണഘടനാ വിരുദ്ധമായി വരുന്നത്. കാരണം നമ്മുടെ ഫെഡറലിസം മൗലിക സ്വഭാവമാണ്. അതെ, ജനാധിപത്യത്തിന്റെ പിന്നെ ഇതെന്താണ് സ്വഭാവം ഏത് തരത്തിലുള്ളതായിരുന്നാലും നമ്മുടെ ഇന്ത്യയിലെ ഈ ഉള്ള ജനാധിപത്യത്തിന് തന്നെ ധ്വംസിക്കപ്പെടും. അതാണ് അതിനെ തന്നെ ഒരു വിമർശനം ഉണ്ടല്ലോ. നമ്മളൊക്കെ ഇപ്പോൾ കൊട്ടിഘോഷിക്കുന്ന കാര്യമാണല്ലോ. എനിക്കൊന്ന് ആഗോള വ്യാപകമായിട്ടും യുവനൊക്കെ ഈ വികേന്ദ്രീകൃത ഭരണ സംവിധാനം. അപ്പൊ ഇതിനൊക്കെ ഘടകവിരുദ്ധമായിട്ടാണ് വരുന്നത്. അതിനൊക്കെ ഘടകവിരുദ്ധമായിരിക്കും ഇതൊക്കെ. അപ്പൊ ഈ ഫെഡറലിസത്തിന്റെ സ്പിരിറ്റിനെ ഇത് ബാധിക്കും, ഇത് ഭരണഘടനാ വിരുദ്ധമാണ് എന്നൊക്കെ പറയുന്ന ഒരു സാഹചര്യത്തിലും അവർ ഉയർത്തുന്ന മറ്റൊരു ആർഗ്യുമെന്റ്, നമ്മൾ തുടക്കത്തിൽ അത് പറഞ്ഞു വന്നെങ്കിലും, ഈ കോസ്റ്റാണ്. ഇതിന്റെ ചെലവ് വളരെയധികം കുറയും എന്നുള്ളതാണ് പറയുന്നത്. പൊളിറ്റിക്കൽ ക്യാമ്പയിൻ കുറച്ച് സത്ഫലം നടത്താം, പിന്നെ ഒപ്പം തന്നെ ചെലവ് കുറയ്ക്കാൻ പറ്റുമെന്നുള്ളതാണ്. സാറിന് തോന്നുന്നുണ്ടോ ഇത് ചെലവ് കുറയ്ക്കാൻ സഹായിക്കുമെന്നുള്ളത്? അതായത് ചെലവ് കുറയ്ക്കാൻ, മെറ്റീരിയൽ ചെലവുകൾ കുറയുന്നു. പക്ഷേ ഈ നടത്തുന്ന സ്റ്റാഫിന്, അല്ലെങ്കിൽ നമ്മൾ ഡിപ്ലോയ് ചെയ്യുന്ന സ്റ്റാഫ്, ഒരേ സ്റ്റാഫിനെ കൊണ്ട് തെരഞ്ഞെടുപ്പും നടത്തുന്നതുകൊണ്ട് നമ്മൾ വീണ്ടും ഇവരെ ഡിപ്ലോയ് ചെയ്തുകൊണ്ടാണ് ചെലവ് കുറയ്ക്കാൻ. പക്ഷെ ഒരു ജനാധിപത്യത്തെ അളക്കുന്നത് അതിന്റെ ചെലവ് അനുസരിച്ചല്ലല്ലോ. ചെലവ് നോക്കുകയാണെങ്കിൽ നമുക്ക് തെരഞ്ഞെടുപ്പ് തന്നെ 10-15 കൊല്ലത്തേക്ക്. മനുഷ്യന് സ്വാതന്ത്ര്യവും വേണം, ഇത് ചെലവും വേണ്ട എന്ന് പറയുന്നത് യോജിച്ചു പോകാൻ പറ്റും. ഫ്രീഡം ഇസ് ഓൾസോ വെരി കോസ്റ്റ്ലി. അല്ലെങ്കിൽ നമ്മുടെ ഈ സംവിധാനങ്ങൾ, ഈ കോടതി, ഇതൊക്കെ നമുക്ക്, അല്ലെങ്കിൽ നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ്സ് വേണ്ട. തെരഞ്ഞെടുപ്പ് തന്നെ നമ്മൾ ഈ ഫ്രീക്വന്റ് ഇലക്ഷൻ നടത്തുന്നത്. സാറേ, ചെലവിനെ കുറിച്ച് എനിക്കൊരു കാര്യം കൂട്ടിച്ചേർക്കാനുണ്ട്. എനിക്ക് സാറെ ചെലവ് കുറയ്ക്കാൻ സഹായിക്കുമെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞപ്പോഴും എനിക്ക് അതിനോടൊരു സമ്പൂർണ്ണമായി യോജിപ്പില്ല. എന്താണെന്ന് വെച്ചാൽ, നമ്മളുടെ ഈ 2024 പിന്നെ മൊത്തം ചെലവെന്ന് പറയുന്നത് 1.35 ലക്ഷം കോടി രൂപയെന്നാണ് ഡൽഹി ആസ്ഥാനമായിട്ടുള്ള ഒരു മീഡിയ സെന്റർ പഠനം നടത്തിയിരിക്കുന്നത്. അവർ 2019 60,000 കോടി രൂപയാണ് അവരുടെ കണക്ക് പ്രകാരം. കാരണം ഇതിനകത്ത് കടന്നു വരുന്ന ഇല്ലീഗൽ എക്സ്പെൻസസിനെ അവരെ ഒരു മെത്തഡോളജിയിലൂടെ അത് അക്കോമഡേറ്റ് ചെയ്യാൻ ശ്രമിച്ചതിന്റെ ഒരു ഫലമാണ്. സർക്കാരിന്റെ കണക്കിൽ 15-20,000 കോടി രൂപയ്ക്കകത്ത് തീരും ചെലവ്. അപ്പൊ ഇല്ലീഗൽ എക്സ്പെൻസസ് ആണ് ഇതിനകത്തുള്ളത്. കാരണം നമുക്കറിയാം, നമ്മുടെ ഒരു മണ്ഡലത്തിലെ MLA ആയിട്ട് മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളെ പിന്നെ ഇലക്ഷൻ കമ്മീഷൻ നിശ്ചയിച്ചിരിക്കുന്നതിന്റെ എത്രയോ മടങ്ങാണ് ചെലവഴിക്കുന്നത്. ഇല്ലീഗൽ എക്സ്പെൻസസ് ആണ് കൂടുതൽ. അപ്പൊ ഇത് രണ്ടും ഒരുമിച്ച് നടത്തിയാലും MP സീറ്റിലേക്ക് മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളും MLA സീറ്റിലേക്ക് മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളും എല്ലാം അവരുടേതായ എമൗണ്ട് ചെലവഴിക്കുന്നതിൽ ഒരു വിട്ടുവീഴ്ചയും ഉണ്ടാവില്ലെന്നാണ് എൻ്റെ പക്ഷം. ഔദ്യോഗിക ചെലവ് കഷ്ടിച്ച് ഒരു 15-20% വരുന്ന സ്ഥലത്തിലാണ് ഒരു ചെറിയ നിയന്ത്രണം ഉണ്ടാകുന്നത്. അല്ലാതെ മറ്റേ ഭാഗത്തൊന്നും കാര്യമായ നിയന്ത്രണം ഉണ്ടാകുന്നത്. പറഞ്ഞത് ശരിയാണ്. ഗവൺമെന്റിന് ഈ ഔദ്യോഗികമായിട്ട് കാര്യങ്ങൾ പറഞ്ഞാൽ ന്യായീകരിക്കാൻ പറ്റുള്ളൂ, മറ്റത് പറ്റില്ല. അത് തന്നെയാണ് വളരെ പ്രസക്തമായ ഒരു പോയിന്റ്സ് ആണ് പറഞ്ഞത്. നമ്മൾ ആ ചെലവിനെ പറ്റി ഇങ്ങനെ വ്യാകുലപ്പെടുമ്പോഴും നമ്മൾ അല്ലാതെ ഇല്ലീഗലായിട്ട് എന്തുമാത്രം ചെലവുകൾ തെരഞ്ഞെടുപ്പ് അത് നിയന്ത്രിക്കാനുള്ള സംവിധാനമാണ് യഥാർത്ഥത്തിൽ വരേണ്ടത്. അതാണ് 75 ലക്ഷമാണ് നമ്മുടെ ലോക്സഭ ചെലവാക്കുന്നത്. ചില കണക്ക്, ചില റിസർച്ച് ഓർഗനൈസേഷന്റെ പഠനം അനുസരിച്ച് 75 കോടി വരെ ചില കോൺസ്റ്റിറ്റ്യൂൻസിൽ ലക്ഷം കോടികളല്ലേ നമ്മുടെ പാർട്ടികൾ മേടിച്ചത്. അപ്പൊ ഈ ജനാധിപത്യത്തെ മാനിപ്പുലേറ്റ് ചെയ്ത് കയ്യിലൊതുക്കുക, ഇതൊക്കെയാണ് നമുക്ക് ഇവിടെ ഇല്ലാതാകേണ്ടത്. പക്ഷേ മറ്റേ ഞാൻ വായിച്ചതെന്ന് എനിക്ക് മനസ്സിലായത് സാറേ, ഒരു പൊളിറ്റിക്കൽ കറപ്ഷൻ കുറയ്ക്കാൻ ഇത് സഹായിക്കും, ഒരു ലോബിയും കുറയ്ക്കാൻ സഹായിക്കും. കൂടെ വന്ന് ഈ ഇലക്ഷൻ നടക്കുമ്പോൾ ലോബിയും പാർട്ടികൾ വളരെ ആക്റ്റീവ് ആകുമല്ലോ.
പൊളിറ്റിക്കൽ കറപ്ഷൻസ് ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്ന കാരണം സ്ഥാനാർത്ഥികൾ പണം ഉണ്ടാക്കുന്ന ഒരു സമയമാണ് ഇലക്ഷൻ എന്ന് പറയുന്നത്. തോറ്റവനും ജയിച്ചവനും ഒരുപോലെ പൈസ ഉണ്ടാക്കുന്ന ഒരു പ്രത്യേക സംവിധാനം നമ്മുടെ നാട്ടിലുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ ഇല്ലീഗൽ എക്സ്പെൻസസിനെ നിയന്ത്രിക്കാത്തത് കൊണ്ടിട്ടാണ്. അപ്പൊ ഇതിനെയൊക്കെ ഒരുമിച്ച് വന്ന് കഴിഞ്ഞ് തന്നാൽ ഇലക്ഷന് ചിലപ്പോഴേ ഒരു വലിയ സഹായകരമായിരിക്കും ഒരുമിച്ച് വന്നാലെന്നൊരു ആർഗ്യുമെന്റാണ് ബിൽഡപ്പ് ചെയ്യുന്നത്. വളരെ ശരിയാണ്. ഈ റിക്കറിംഗ് കറപ്റ്റ് പ്രാക്ടീസസ് അത് നമ്മുടെ ഒരു അസംഷനാണ്. ഞാൻ മുമ്പ് സൂചിപ്പിച്ച പോലെ ഈ 5 വർഷത്തേക്ക് ഈ ഗവൺമെന്റ് നിലനിൽക്കണമെന്നില്ല, ഒരു സംസ്ഥാന ഗവൺമെന്റ്. അപ്പൊ അത് നിലനിൽക്കുന്നില്ലെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ അതിനുള്ള ലീഗൽ കണ്ടീഷൻ, കോൺസ്റ്റിറ്റ്യൂഷണൽ കണ്ടീഷൻസ് എഴുതി വെക്കണം. അപ്പൊ ഇത് ഡിബേറ്റ് ചെയ്യപ്പെടണം. രണ്ടാമത് പിന്നീട് എനിക്ക് തോന്നുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് എനിക്ക് തോന്നുന്നത് ഇത് പ്രാക്ടിക്കബിൾ അല്ല. അപ്പം പ്രാക്ടിക്കബിൾ അല്ല എന്ന് പറയുന്നതിൻ്റെ ഒരു കാര്യം, മുൻ രാഷ്ട്രപതിയുടെ ഈ റിപ്പോർട്ടിനകത്ത് തന്നെ 18 ഭരണഘടനാ ഭേദഗതികളാണ് പറയുന്നത്. അതിനുവേണ്ടി ഒരു ബില്ല് അവതരിപ്പിക്കണം. ബില്ല് ലോകസഭയിലും രാജ്യസഭയിലും 3/2 ഭൂരിപക്ഷത്തോടു കൂടി ഉണ്ടെങ്കിലേ അത് പാസ്സാകുകയുള്ളൂ. അപ്പൊ അത് സാധ്യമായ ഒരു കാര്യമല്ല. ഇത് നടപ്പിലാക്കണമെങ്കിൽ ഭരണഘടനാ ഭേദഗതി വേണം. അപ്പൊ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഒരു ഭരണഘടനാ ഭേദഗതിക്ക് അതിന്റെ 3/2 ഭൂരിപക്ഷം വേണം, ലോക്സഭയിലും രാജ്യസഭയിലും മാറി. അപ്പോ അവിടെയാണ് എൻ്റെ ഒരു വിശ്വാസം, അതായത് ഒരു സെൻട്രലൈസ്ഡ്, ഒരു കേന്ദ്രീകൃത ഭരണ സംവിധാനം കൊണ്ടുവരിക എന്നുള്ളത്. ഇപ്പൊ ഇതിനകത്ത് ഈ റിപ്പോർട്ടിനകത്ത് പറഞ്ഞിരിക്കുന്നത് 2 ഫേസ് ആയിട്ട് ഇലക്ഷൻ നടത്താനായിട്ടാണ്. ഒരുമിച്ച് തന്നെ നടത്തണം, പക്ഷെ 2 ഫേസ് ആയിട്ട്, 2 ഘട്ടമായിട്ട് നടത്തണമെന്നാണ്. പക്ഷേ ഇത് നേരത്തെ ചില റിപ്പോർട്ടുകൾ വന്ന 1983 ഇലക്ഷൻ കമ്മീഷൻ ഈ 1 നേഷൻ 1 ഇലക്ഷൻ പ്രപ്പോസ് ചെയ്തായിരുന്നു. പിന്നെ പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഇത് പ്രപ്പോസ് ചെയ്തായിരുന്നു. അപ്പം ഇത് ചില വിദഗ്ധന്മാരെ ചില അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിലെനിക്ക് വളരെ ഇഷ്ടം തോന്നിയ ഒരു കാര്യം എന്ന് പറയുന്നത്, ഇത് ഒരുമിച്ച് ലോകസഭാ ഇലക്ഷൻ നടത്തുക, 2.5 കൊല്ലം കഴിഞ്ഞിട്ട് സ്റ്റേറ്റ് ഇലക്ഷൻ, അസംബ്ലി ഇലക്ഷനും ഒരുമിച്ച് നടത്തുക. എനിക്ക് കുറച്ചുകൂടി അതൊരു ഇഷ്ടമായിട്ട് തോന്നി. അപ്പൊ 2 ഇലക്ഷൻ കൊണ്ടിട്ട് അവസാനിക്കും. നമുക്ക് പിന്നെ വേറെ ബൈ ഇലക്ഷൻ വരുന്നത് വൺസ് ഇൻ എ ഇയർ, എല്ലാ ബൈ ഇലക്ഷനും കൂടെ എടുത്തിട്ട് വൺസ് ഇൻ എ ഇയർ എന്നുള്ള ഒരു രീതിയിലേക്കുള്ള ഒരു പ്രപ്പോസൽ ഒരു വിദഗ്ധന്മാർ ഇതിലെല്ലാം ഞാൻ വായിച്ചതിൽ നിന്ന് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു ഡെമോക്രാറ്റിക് കൺവെൻഷൻ ആയിട്ട് നമ്മുടെ നാട്ടിൽ വളർന്നു വരികയാണെങ്കിൽ, ലൈക്ക് മെനി തിങ്സ് ഇൻ ഇംഗ്ലണ്ട്. കാരണം അതൊരു സോഷ്യൽ കൺവിക്ഷൻ ഉണ്ട് ഈ കൺവെൻഷന് പോയി. അത് നല്ല കാര്യമാണ്. ഇവിടെ അതല്ല, നമ്മൾ എല്ലാം കൃത്യമായിട്ട് എഴുതി വെച്ചാൽ പോലും നമ്മൾ അതിനെ തകടം മറിക്കുന്നവരാണ്.